ഇനി എങ്ങനെയാണ് ഈ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്തിന് ശേഷം വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചതല്ലേ? നമുക്കത് വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. വി ഡി സതീശൻ നടത്തിയത് അപകടകരമായ രാഷ്ട്രീയ നീക്കങ്ങളാണ്. കോൺഗ്രസിന് തന്നെ വെല്ലുവിളിയാകുമെന്ന് അറിഞ്ഞിട്ടുകൂടി മുസ്ലിം ലീഗിനെ മുൻനിർത്തി ഹൈക്കമാൻഡിനോട് വിലപേശിയാണ് സതീശൻ മന്ത്രി കസേര ഉറപ്പിച്ചത്. മുന്നണിയിൽ കോൺഗ്രസിനേക്കാൾ അമിത പ്രാധാന്യം ലീഗിന് നൽകിയതോടുകൂടി ഇനിയുള്ള കാലം ലീഗിന്റെ തിട്ടൂരങ്ങൾക്ക് മുൻപിൽ കോൺഗ്രസിന് അടിയറവ് പറയേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. അക്കാര്യം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതല്ലേ? അതിന്റെ ഒരു തുടർച്ചയാണ് ഇനി നമുക്ക് വീണയോടും ചോദിക്കാനുള്ളത്. വീണ, നേരത്തെ ഗൗതം പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ്. അതായത് നേരത്തെ ലീഗിനെ മുന്നണിയിലെക്കാൻ വലിയ എതിർപ്പ് കോൺഗ്രസ് തന്നെ കാണിച്ചിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ലീഗിന്റെ അപ്രമാദിത്വം സതീശൻ സർക്കാരിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ സതീശൻ മുഖ്യമന്ത്രിയായതും ഇത്തരം ലീഗ് തിട്ടൂരങ്ങൾക്കൊടുവിലാണ് എന്നുള്ളത് നമുക്കറിവുള്ള കാര്യമാണ്. എന്തൊക്കെ അപകടകരമായ നീക്കങ്ങൾ ഇതിന് പിന്നിൽ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം. ഗുഡ് മോർണിംഗ് രാഖി, ഗൗതം. അപകടകരമായിട്ടുള്ളൊരു നീക്കങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി കസേരയ്ക്കായി ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശൻ നടത്തിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ 11 ദിവസം നീണ്ടുനിന്ന ചർച്ചയിൽ ഇഞ്ചോടിഞ്ച് നിന്നത് കെ സി വേണുഗോപാലായിരുന്നു. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് മുൻപന്തിയിൽ നിന്നതും കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ആ സ്വപ്നത്തിന് കടും വെട്ടിയത് മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണെന്നുള്ളതും ഉറപ്പാണ്. 48 MLA-മാരുടെ പിന്തുണയുണ്ടായിട്ടും മുസ്ലിം ലീഗ് കടും പിടുത്തം പിടിച്ചു. പല തീരുമാനങ്ങളിൽ നിന്നും, അതായത് പല ചർച്ചകളിൽ നിന്നും മുസ്ലിം ലീഗ് വിട്ടുനിന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള പിടിവാശിയിൽ തന്നെ ഉറച്ചു നിന്നു. ഇത് AICC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം കാര്യങ്ങളിൽ ഇലക്ഷൻ സമയത്തെ തീരുമാനങ്ങളടക്കം എടുക്കുന്നതിൽ നിർണായക ശക്തിയായ കെ സി വേണുഗോപാലിന്റെ അവസാന വാക്ക് കേൾക്കുന്ന AICC നേതൃത്വം ഒടുവിൽ കെ സി വേണുഗോപാലിന് മാറി നിൽക്കണമെന്ന് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ സിക്ക് പോലും ഈ മുസ്ലിം ലീഗിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗിനെ ഇതിനായി സതീശൻ ഉപയോഗിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം നടന്നു എന്നുള്ളതും ഉറപ്പാണ്. ഒപ്പം തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും വാദിച്ചതും വി ഡി സതീശന് വേണ്ടിയായിരുന്നു എന്നുള്ളതും ഉറപ്പാണ്. അതിനാൽ തന്നെ ഈ 5 വർഷത്തെ ഭരണകാലം അത് അത്ര എളുപ്പമായിരിക്കില്ല വി ഡി സതീശൻ എന്നുള്ളതും നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന് നൽകിയിരിക്കുന്ന ഈ അമിത സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള തന്റെ മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ടുള്ള അമിതമായിട്ടുള്ള അവകാശവാദത്തിന് ഉപയോഗപ്പെടുത്തിയത് മന്ത്രിസ്ഥാനങ്ങളടക്കം, അതായത് ഈ മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം ഒന്നിലധികം മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് കാരണമാകും. സുപ്രധാന വകുപ്പുകൾ തന്നെ തങ്ങൾക്ക് വേണമെന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. അതായത് ഒന്നിലധികം മന്ത്രിമാർ, 22 സീറ്റാണ് മുസ്ലിം ലീഗിന് ഉള്ളതെങ്കിൽ അതിൽ 5-ലധികം മന്ത്രിമാരെങ്കിലും, അല്ലെങ്കിൽ കുറഞ്ഞത് 5 മന്ത്രിമാരെങ്കിലും തങ്ങൾക്ക് വേണമെന്നുള്ള അവകാശവാദം തന്നെ മുസ്ലിം ലീഗ് ഉന്നയിക്കുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിദ്യാഭ്യാസ വകുപ്പ് എപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന UDF സർക്കാരിന്റെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗാണ്. പക്ഷേ ഇത്തവണ അതിലുപരി മറ്റ് വകുപ്പുകൾ കൂടി ചോദിക്കാനുള്ള കാര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ വി ഡി സതീശനെ മുൻനിർത്തിക്കൊണ്ട് ലീഗിന്റെ ആശയങ്ങളും ലീഗിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഭരണത്തിൽ കൂടുതൽ കൈകടത്തുവാൻ പോകുന്നത്. അല്ലെങ്കിൽ ലീഗിന്റെ ആശയങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണം നടത്തേണ്ടി വരും എന്നുള്ളതാണ്. സമാനതകളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വി ഡി സതീശന് പോകേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ AICC അടക്കം ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ചില അധികമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. കസേര ഉറപ്പിക്കുന്നത് വി ഡി സതീശൻ ലീഗിനെ എങ്ങനെ സഹായം തേടിയോ ഈ ഭരണസമയത്ത് ഇനിയുള്ള 5 വർഷക്കാലത്ത് ആ ലീഗിന്റെ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുക തന്നെ, ആ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ലീഗിന് അടിയറവ് പറഞ്ഞുകൊണ്ട് ഒരു ഭരണം വി ഡി സതീശന് നടത്തേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഗൗതം, രാഖി. ശരി വീണ, എന്തായാലും അപകടകരമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് എന്നുള്ളതാണ്.